ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്നത് ഓട്സ് പുട്ടും കടലക്കറിയുമാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക് ആയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. ആദ്യം തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കാം. പുട്ട് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഓൾ ഗ്രെയിൻ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി ഇളക്കി പെട്ടെന്ന് വാങ്ങിയെടുക്കുക. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളുണ്ടെങ്കിലും പ്രശ്നമില്ല. പുട്ടിനായതുകൊണ്ട് കുറച്ച് തരി ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നനച്ചെടുക്കാം. നനച്ചെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർക്കുമ്പോൾ പുട്ടിങ്ങനെ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ പൊടിയൊന്ന് വിട്ട് കിട്ടും, പിന്നെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തേങ്ങയും ഇപ്പോൾ പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് പുട്ടിൻ്റെ പാകത്തിന് പൊടിയൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ആവശ്യമില്ല. ഞാൻ നനച്ച് കഴിയുമ്പോൾ പറയാം ഇതിന് എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന്. ഓട്സ് ആയതുകൊണ്ട് തന്നെ വേഗം കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വേണം വെള്ളം ഒഴിക്കാൻ. കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുത്തതിൽ 1/2 ഗ്ലാസ് വെള്ളം പുട്ടുപൊടി കുഴയ്ക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊരു തരികൾ കട്ടയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്നുകൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ പുട്ട് കൂടുതൽ സോഫ്റ്റ് ആവും. ഇപ്പോൾ നനച്ചെടുത്ത പൊടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വളരെ നൈസായിട്ടുള്ള പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് പുട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 4 വലിയ ഫുള്ളായിട്ടുള്ള ചിരട്ടപ്പുട്ടും ഒരു ചെറിയ ചിരട്ടപ്പുട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ട് കുറ്റിയിലും തയ്യാറാക്കാം. ഈ ഒരു എമൗണ്ടിൽ നമുക്ക് 2 കുറ്റിപ്പുട്ട് തയ്യാറാക്കാം. പിന്നെ ഞാനിതിൽ കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് തരും. പിന്നെ ആ ഓട്സിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ലതാണ്. പിന്നെ വളരെ സോഫ്റ്റുമാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ഓട്സ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കടലക്കറി തയ്യാറാക്കാം. കടലക്കറി തയ്യാറാക്കാനായി ഞാൻ ചെന്നാദാൽ ആണ് എടുത്തിട്ടുള്ളത്. വെള്ളക്കടല. ഇത് ഞാൻ 1 കപ്പ് വെള്ളക്കടല എടുത്ത് കുതിർത്തി എടുത്തതാണ്. ഇതിപ്പോൾ ഏകദേശം 2 കപ്പുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറുത്ത കടല പോലെ അത്ര വേവില്ല. അതിൻ്റെ ഒരു പകുതിയോളം വേവേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് വിസിൽ കേട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കടല എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കടല വേവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതൊരു 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. കറുത്ത കടല പോലെ അത്ര വേവില്ല. അതുകൊണ്ട് 5 വിസിൽ മതിയാകും. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ തേങ്ങ വറുത്ത് അരച്ച കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് ഇതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. 1 കപ്പ് വേണമെങ്കിലും ചേർക്കാം. ഇനി തേങ്ങയൊന്ന് പെട്ടെന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ ആവശ്യമായി ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കൈ വിടാതെ ഇളക്കിയെടുക്കണം. ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അധികം കരിഞ്ഞു പോയിട്ടില്ല. ഈ ഒരു ചുവന്ന നിറം ആകുമ്പോഴേ വാങ്ങണം.
നമ്മൾ വറുത്തരച്ച കറി പോലെയൊന്നും അത്ര നന്നായിട്ട് ഡ്രൈ ആക്കണമെന്നില്ല. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ. ഇത്രയും കൂടി ചേർത്ത് തേങ്ങയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളിട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടിനകത്തിരുന്ന് തന്നെ പൊടികളൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി. ഇപ്പോൾ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. ഈ സെയിം പാത്രത്തിലിരുന്ന് കഴിഞ്ഞാൽ ഇത് അടിവശം വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. ഈ തേങ്ങയുടെ മിക്സ് തണുക്കുന്ന സമയം കൊണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ സവാള ഇത്ര കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വഴറ്റുന്ന പോലെ സെപ്പറേറ്റ് ഇട്ട് വഴറ്റി നല്ലപോലെ ബ്രൗൺ നിറമാക്കുകയൊന്നും വേണ്ട. കറിക്കായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും ചുവന്ന് വന്നാൽ മതി. എല്ലാം കൂടി ചേർത്ത് കടുക് താളിക്കുന്നത് പോലെ ഒന്ന് ചെറുതായി ഫ്രൈ ആക്കിയെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായി ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സ് തണുക്കാൻ വെച്ചിരുന്നു, അത് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറുത്തരച്ച കറി പോലെയൊക്കെ വെള്ളം ചേർക്കാതെ അരയ്ക്കണമെന്നൊന്നുമില്ല. തീയലൊന്നും പോലെ അങ്ങനെ വെള്ളം ചേർക്കാതെ ഒന്നും അരയ്ക്കണ്ട. വെള്ളം ചേർത്ത് തന്നെ നല്ല നൈസായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുക്കാം. നമ്മുടെ കടലക്കറി ആയതുകൊണ്ട് തന്നെ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ വെള്ളത്തോടെ ഇങ്ങനെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയുടെ 5 വിസിലും അതിൻ്റെ പ്രഷറും പോയി കഴിഞ്ഞു. ഇനി നമുക്ക് കടല നന്നായി വെന്തിട്ടുമുണ്ട്, അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ വെള്ളത്തിലും ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കടല വെന്ത ആ വെള്ളവും കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ചേർത്തപ്പോൾ ഉപ്പിൻ്റെ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കറിക്ക് ഒരു തിക്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ടിപ്പായിട്ട് ഇതിനകത്തുള്ള ഈ കടല തന്നെ കുറച്ച് അരച്ച് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. തേങ്ങ കൂടുതൽ ചേർക്കുന്നവർക്ക് ഈ ഒരു കാര്യം ചെയ്യണ്ട. തേങ്ങ കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ ഈ കടല അരച്ച് ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കടല ആ കറിയിൽ നിന്ന് തന്നെ എടുത്ത് അരച്ചാൽ മതി. വളരെ നൈസായിട്ട് അരച്ചെടുക്കണം. പിന്നെ കറുത്ത കടല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ആ അരച്ച കടലയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 1-2 നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് സമയം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാനും കടലയിൽ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാനും കുറച്ച് സമയം മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി കടലക്കറിയും സോഫ്റ്റായിട്ടുള്ള ഓട്സ് പുട്ടും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.